ഐ മീൻ ഇത് കാണിക്കുന്നത് ചിറയൻകീഴാണെന്ന്. ഞാൻ ഓലകെട്ടിയമ്പലത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ ഓലകെട്ടിയമ്പലത്തിലല്ലയോ അമ്മ ഇരിക്കുന്നത്? ഇത് എൻ്റെ ലാപ്ടോപ്പാ. ഇത് മുക്കുമിൻ്റെ ജിയോ വെച്ചാണ് ഞാൻ ബിഗ് ബോസ് കാണുന്നത്. ഇവളുമാർ കള്ളക്കഥകൾ ഉണ്ടാക്കുമോ? മുക്കും ഇവിടാണ് വരുന്നത്. മുക്കും ഇവിടെ അല്ലയോ അമ്മേ വന്ന്? 1-ാം തീയതി മുതൽ 14-ാം തീയതി വരെ മുക്കും നമ്മുടെ കൂടെ അല്ലായിരുന്നോ അമ്മേ? ഇതുപോലത്തെ കള്ളത്തരങ്ങളാണ് ഇവളുമാർ കഥ ഉണ്ടാക്കുന്നത്. ഞാൻ എവിടെങ്കിലും പോയോ അമ്മേ 1-ാം തീയതി മുതൽ 14-ാം തീയതി വരെ? ഞാനും മുക്കുമും അമ്മയും എല്ലാവരും കൂടെ അല്ലേ ഇവിടുന്നത്? ഇതുപോലത്തെ കള്ളത്തരങ്ങളാണ് ഉണ്ടാക്കുന്നത്. ക്യാമറ എഡിറ്റിങ്ങും അതും ഇതും കുറേ എന്തുവാ സൈബർ ക്രൈമാണ് ഇവന്മാരും ചെയ്യുന്നത്. അങ്ങേയറ്റത്തെ കുറ്റകൃത്യങ്ങൾ. അല്ല ഇങ്ങനെ കാണിക്കുന്ന ഇങ്ങനെ പല പല കള്ളത്തരങ്ങളാണ് ഇതെല്ലാം. മുക്കും എന്നെ കാണാനാ ഇവിടെ വരുന്നത്. കേരളത്തിൽ വരുന്നത് മുക്കും എന്നെ കാണാനാ. ദീപാ എസ് പണിക്കറിൻ്റെ കൂടെ മുക്കും 4 വർഷം ഡൽഹിയിലുണ്ടായിരുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ഇതുപോലത്തെ കള്ളത്തരങ്ങളാണ്. എൻ്റെ എല്ലാ സകല തെളിവുകളും ഉണ്ട്. ഭയങ്കര ശല്യമായി ഈ ക്രിമിനൽസിനെ കൊണ്ട്. ഭയങ്കര കള്ളത്തരങ്ങളാണ് കാണിക്കുന്നത്. നമ്മളെ വെച്ച് പല രീതിയിൽ പൈസ മോഷണമാണ് ഇവന്മാരുടെയും ജോലി. എൻ്റെ ആർക്കെയിൻ ഓവർസീസിന് ഞാൻ കാനഡയ്ക്ക് പോകാൻ കൊടുത്ത 2.5 ലക്ഷം രൂപയെല്ലാം നഷ്ടപ്പെടുത്തി കുറേ കള്ളത്തരങ്ങൾ എന്നെ വെച്ച് എൻ്റെ പൈസകൾ മുഴുവൻ മോഷ്ടിക്കുക. ഇനി എൻ്റെ സ്വത്ത് പിടിച്ചു പറിക്കാൻ നോക്കുക. പണ്ട് 2020 ഇതുപോലെ എൻ്റെ പ്രമാണം ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവളുമാരെല്ലാം കൂടെ കഥയുണ്ടാക്കി. ഇതുപോലെ ഞാൻ എവിടെയോ ആരും ഇല്ലാതെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രമാണമെല്ലാം വെച്ച് ഞാൻ എന്തൊക്കെയോ പ്രമാണം വെച്ച് പൈസ എടുത്ത് ഞാനെല്ലാം അങ്ങ് തിന്ന് അങ്ങനെ എൻ്റെ പ്രമാണമെല്ലാം വസ്തുവെല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ കഥയുണ്ടാക്കി വെച്ച് അങ്ങനെ എന്നിട്ട് ഇവന്മാരെന്ത് ചെയ്തെന്ന് വെച്ചാൽ സന്തുലെ എന്ന് പറയുന്ന ഒരു ക്രിമിനൽസിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടുന്ന് കുറേ ഗൂണ്ടകളുമായിട്ട് വന്ന് നമ്മുടെ കഥകളെല്ലാം ഇടിച്ചു പൊളിച്ച് അതിന് ഈ കുട്ടൻ എന്ന് പറയുന്ന ഒരു കള്ളനാണ്, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കള്ളനാണ് നമ്പർ 1. പിന്നെ മോഹൻ സിംഗ് ഇതിനകത്തെല്ലാം ഉൾപ്പെട്ടവരാണ്. എൻ്റെ അയൽക്കാരും എൻ്റെ ബന്ധുക്കളുമായിരുന്നു ഈ മോഹൻ സിംഗ് എന്നൊക്കെ പറയുന്നത്. അവർക്ക് എൻ്റെ വസ്തു വകയും വേണമെന്ന് ഭയങ്കര ഇതാണ്. എന്നിട്ട് ഇവന്മാരെല്ലാം കൂടെ, പിന്നെ ഞാൻ ഡിവോഴ്സ്ഡാണ്, അവനുണ്ടൊരു ബിജു പി എന്ന് പറയുന്നത്, അവനും എല്ലാം കൂടെ കൂടി ഇങ്ങനെ കഥകളുണ്ടാക്കി മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക. എന്നിട്ട് പോലീസിനെ കൊണ്ട് വരിക. എന്നിട്ട് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റത്തില്ല, കോടതിയിലെ മജിസ്ട്രേറ്റിനെ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കുക. കുറേ ആൾക്കാരെ നമ്മൾക്കെതിരെയാക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിൽ അടിച്ചു പൊളിച്ച് കയറി ഒരു ശശി ചെറുട്ടിത്തറ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും കൂടെ കൂട്ടി വന്ന് എൻ്റെ കഥക് ചുറ്റിയേക്ക് അടിച്ച് ഈ ഗുണ്ടകളുമായിട്ട് വന്ന് പൊളിച്ച് കയറി എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഇട്ട്. പക്ഷേ ഇവൻ ഇതിനകത്ത് കയറി നോക്കിയവൻ പ്രമാണം കിട്ടിയില്ല. എൻ്റെ പ്രമാണമെല്ലാം ഞാൻ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മാവേലിക്കര വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഈ കുട്ടൻ എന്ന് പറയുന്ന സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ബാസ്റ്റേഡ് എപ്പോഴും പറയായിരുന്നു വസ്തു എഴുതി വെച്ചിരിക്കുന്ന കാണണമെന്ന്. അപ്പം കഥകൾ ഉണ്ടാക്കുന്നതാണ് ഇവന്മാരിങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കഥകളാണ് ഇവളുമാരും ഉണ്ടാക്കുന്നത് നമ്മളെക്കുറിച്ച്. നമ്മുടെ വസ്തു ഇതുപോലെ തട്ടിയെടുക്കാനും പല രീതിയിൽ. ഇത് കേൾക്ക്. എന്നിട്ട് ഇപ്പം ഇവന്മാരുടെ നമ്മളിവിടെ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും ഇവന്മാരെപ്പോഴും കഥയുണ്ടാക്കും. സുബ്രഹ്മണ്യൻ്റെ അങ്ങ് അവിടെ ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ എവിടോട്ടെങ്കിലും പോകാൻ ഇറങ്ങിയ നമ്മളെക്കുറിച്ച് കഥയാണ്. നമ്മളെങ്ങോ പോയി എവിടെയോ പോയി ആണുങ്ങളുടെ കൂടെ പോയി അവിടെ ഇരിക്കുകയാണെന്നൊക്കെയുള്ള കഥ. ഇങ്ങനെ നമ്മളെക്കുറിച്ച് നിരന്തരം കള്ളക്കഥകളാണ് ഇവന്മാരുണ്ടാക്കുന്നത്. ഇവന്മാരുടെ സ്വഭാവങ്ങൾ ഇതാണ് ഇതിൻ്റെ സത്യമായി. ഇവന്മാർ നമ്മുടെ ഫോണും നമ്മുടെ ലാപ്ടോപ്പും ഒക്കെ എങ്ങനെയൊക്കെയോ കോപ്പി ചെയ്ത് ക്ലോൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ബഗ്ഡാണ് ഇതെല്ലാം. എന്നിട്ട് നമ്മളുടെ ഇങ്ങനെ നമ്മളെ വെച്ച് നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, നമുക്ക് ആരാണ് ഫോൺ ചെയ്യുന്നത്, നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നതെന്ന് എല്ലാം ഇവന്മാർക്കും അറിയാം. നമ്മുടെ ലാപ്പിലും എല്ലാം. അതുപോലെ ക്യാമറയും ഞങ്ങളുടേത് ഇതുപോലെ ഇതാണ്. ക്യാമറയിൽ കൂടെ എല്ലാം കാണുക, ക്യാമറ ഓഫാക്കുക, ഓഫ്ലൈൻ ആക്കുക. ഇന്നലെ ഞാൻ കുളിക്കാൻ പോയപ്പോൾ മുതൽ നമ്മുടെ ക്യാമറ ഓഫ്ലൈൻ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ പോയതും വന്നതും ഒന്നും അതിനകത്തില്ല. ഇങ്ങനെ ഭയങ്കരമായ കള്ളത്തരങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവന്മാരുടെ ജോലി. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ക്രിമിനൽ എപ്പോഴും ഫോണും കൊണ്ടിരിക്കുക. ഓൺലൈൻ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ സൈബർ ക്രിമിനലാണ് ഇവൻ അല്ലാതെ ഇവൻ്റെ മോനെ തന്നെ കുറേ എണ്ണങ്ങളും കൂടെ കൂടി കുടിക്കുന്ന ഇവൻ്റെ മോൻ കള്ളു കുടിക്കുമായിരുന്നു. അതിനകത്ത് കുറേ കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഇവന് കുറേ മയങ്ങുന്ന സാധനങ്ങളെല്ലാം ഒഴിച്ചു കൊടുത്ത് മയക്കി ലേക്ക് ഷോറിൽ കൊണ്ടിട്ട് പിന്നെ ആക്സിഡൻ്റ് ആണെന്ന് ഒക്കെ
ഉണ്ടാക്കി ലേക്ക് ഷോറിൽ കൊണ്ടിട്ടേച്ച് ഇവനെ കുറേ നാൾ മയക്കിയിട്ടിരുന്നിട്ട് കോടികൾ തട്ടിച്ച് നടക്കുകയാണ്. ഗൾഫ് ഇൻഷുറൻസും അല്ലാത്തതും എല്ലാം തട്ടിച്ച് ഇപ്പം 4-5 നേരം കുടിച്ചോണ്ട് ഈ സുബ്രഹ്മണ്യൻ നമ്മളെ നിരന്തരം ചീത്തവിളിയും ഇതുപോലെ നാടകവുമാണ് ജോലി ഇവന്. അതുപോലെ ഇവനൊരു കൊച്ചുമോളുണ്ട്, അവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുക. അച്ഛനമ്മ കുഞ്ഞ് ഡ്രാമയാണ് നടത്തുന്നത്. അതെന്നെ വെച്ച ഡ്രാമ. ഞാനും വേറെ ആരാണ്ടും എൻ്റെ ഏതോ ഒരു കൊച്ചുമായിട്ട് ജീവിക്കുന്നതെന്നൊക്കെയാണ് ഇവന്മാരുടെ കള്ളത്തര കഥകൾ ഉണ്ടാക്കൽ. ഇങ്ങനെ നിരന്തരം അങ്ങേയറ്റത്തെ കള്ളത്തര കഥകൾ പറഞ്ഞുണ്ടാക്കി നടക്കുകയാണ് ഇവന്മാരുടെ ജോലി. ഇത് നിർത്തണം ഇത്. കാരണം ഈ ക്രിമിനൽ ആക്ടിവിറ്റി ഇവിടെ നടത്താൻ പറ്റത്തില്ല. ഇവരൊക്കെ ആരാ നമ്മളെക്കുറിച്ച് കള്ളം കഥ പറയാൻ? എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങൾ കേട്ടല്ലോ. ഇങ്ങനൊന്നുമില്ല. എനിക്ക് മുക്കുമിനെ ഇപ്പം അറിയത്തുള്ളൂ. മുക്കുമിന് ഇതുപോലെ തന്നെ മുക്കുമിനെ കുറിച്ചും കള്ളക്കഥകൾ പറയുക, ഭയങ്കരമായ ഇതുപോലുള്ള കള്ളക്കഥകളാണ് പറയുന്നത്. ലൈറ്റ് ഓഫ് 250 പ്രാവശ്യം ഓഫാക്കുന്ന ഏതാണ്ടൊരു എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട് ഷിഫ്റ്റ് ചെയ്യുക എന്തോ ആണ്. ഈ വീട് ലൈറ്റ് പോകുമ്പം പിന്നെ വരുമ്പം പിന്നെ ഈ വീടല്ല വേറെ ഏതോ ആണെന്നാണ് ഡ്രാമകൾ. ഇങ്ങനെയാണ് മുക്കുമിൻ്റെ വീട്ടിൽ സ്ഥിരം ലൈറ്റ് പോവുക. ഇങ്ങനെ പല ഇത് അവിടെ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട് ഇങ്ങനെ. അതുപോലെ അവരുടെ വീട്ടിലും ഉണ്ട്. എന്നിട്ട് പിന്നെ PNR നമ്പർ, നമ്മൾ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അല്ലെ പ്ലെയിൻ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഈ PNR നമ്പർ വെച്ച് ഫേക്ക് ആയിട്ടുള്ള ഓൺലൈൻ മാരേജിന് ബുക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കഥകൾ ഉണ്ടാക്കുക. ഇങ്ങനെ പല രീതിയിൽ ഇവന്മാർ ഇത് ഉണ്ടാക്കുക. പിന്നെ ഫോൺ വിളിയാണ്. ചിലരെ മോനെ എന്ന് വിളിച്ചാൽ ഇത് ആരോ വരുന്നെന്നുള്ളതാണ് ഇവിടെ. അങ്ങനെ വെച്ച് എഡിറ്റ് ചെയ്യുക, ആൾക്കാരെ വെച്ച് എഡിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ ജോലി. ഇങ്ങനെ ഭയങ്കര ഡ്രാമയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഈ ക്രിമിനൽസിൻ്റെ ഡ്രാമകളാണ്, ഈ സ്ക്രിപ്റ്റഡ് ഡ്രാമ. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു കേസ് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഈ സ്ക്രിപ്റ്റഡ് ഡ്രാമ പോലാണല്ലോ, ഇതെന്തോ ഡ്രാമയോ എന്തോ സിനിമാ കഥയോ അതിനെ വെല്ലുന്ന കഥകളാണല്ലോ. ഇപ്പം ഇതുപോലുള്ള കഥകളാണ് ഇപ്പം നടക്കുന്നത്. അങ്ങനെയാണല്ലോ, എന്തോ റേപ്പ് കേസ്, അതെല്ലാം കുറേ കള്ളത്തരങ്ങളാണെന്നൊക്കെ ആൾക്കാർ പറയുന്നതിൽ. എന്തുവാ ഈ ദിലീപിനെ വെച്ചും മറ്റവരെ വെച്ചും ഒക്കെ ഉള്ളതെല്ലാം എന്താ പറയുന്നത്, ഫുൾ കള്ളക്കഥകളാണ്. ഇങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കി കാശടിക്കാനായിട്ടും ഇൻഷുറൻസ് അടിക്കാനായിട്ടും കോടതിയെ വരെ വെറും വിഡ്ഢിവേഷം കെട്ടിക്കുന്ന കള്ളത്തരങ്ങളും കൊണ്ട് ഈ ഫിനാൻഷ്യൽ ഫ്രോഡ്സ്റ്റേഴ്സ് നടക്കുന്നത്.